അച്ഛാ, കാറിന്റെ ചാവി എവിടെ? എങ്ങോട്ട് പോകുന്നു? അരുണിന്റെ അടുത്തേക്ക്. അരുൺ പോയിരിക്കുന്ന മെഡിക്കൽ ക്യാമ്പിലേക്കല്ലേ? എനിക്കെന്താ, മെഡിക്കൽ ക്യാമ്പിൽ ചെന്നൂടെ? എന്തൊക്കെ മോളെ നീ കാണിച്ചു കൂട്ടുന്നത്? പിന്നല്ലാതെ, ഇവിടെ ഇറങ്ങിയ നിമിഷം മുതൽ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നതാ. ഇതുവരെ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അതിന് മാത്രം എന്താ സമയക്കുറവെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അയാൾ ഡ്രൈവ് ചെയ്യായിരിക്കും. ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. എന്റെ കാര്യത്തിൽ കുറച്ച് സൈലൻസ് കൂടുതലാ. അതറിയാൻ വേണ്ടി തന്നെയാ ഞാൻ പോകുന്നത്. നീ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല. എനിക്ക് പോണം. നോക്ക്, എനിക്ക് ശാസിക്കാൻ അറിയില്ല എന്നൊരു തോന്നൽ എനിക്ക് വേണ്ട. അരുണിനോട് കുറച്ച് പോസസീവ്നെസ് ഒക്കെ ആവാം, പക്ഷെ അതിന് കൃത്യമായൊരു പരിധി ഉണ്ടാവണം. എന്റെ അവസ്ഥ എന്താന്ന് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്തവസ്ഥ? ഇന്നലെ അയാൾക്ക് നിന്നെ വന്ന് കാണാൻ സാധിച്ചില്ല. ഇന്ന് അയാൾ വന്നല്ലോ. നിങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചല്ലോ. അപ്പോൾ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക. പോകുന്ന സ്ഥലത്തേക്ക് സന്തോഷമായിട്ട് യാത്രയാക്കുക. തിരിച്ചു വിളിക്കട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ എന്താ കുഴപ്പം? എനിക്കൊരു പരിഗണനയും കിട്ടാൻ പാടില്ലെന്നാണോ? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല മോളെ. ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഒരാളുടെ മനസ്സിൽ ഒരു വെറുപ്പുണ്ടാകാൻ പെട്ടെന്ന് പറ്റും. പക്ഷേ അത് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരാൻ സമയം ഒരുപാടെടുക്കും. അപ്പോ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നീ അരുണിനെ അന്വേഷിച്ച് പോകുന്നില്ല. ഇതെന്റെ തീരുമാനമാണ് മോളെ. വാശി കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ് ഒരാളുടെ മനസ്സ് കീഴടക്കേണ്ടത്. അത് ഓർമ്മ വേണം നിനക്ക്. ഞാൻ കരുതി നിർത്തില്ലെന്ന്. തനിക്കെന്തെങ്കിലും പറയാനുണ്ടെന്ന് കരുതി. അത് ഇവിടെ വെച്ച് കേട്ടിട്ട് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സ്ഥലങ്ങളിലേക്ക് താൻ കയറി വന്നാലോ? ദേഷ്യം മാറിയിട്ടില്ല എന്നോടല്ലേ? എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ എന്നെ ബുദ്ധിമുട്ടിച്ചവർ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ വേണ്ടവിധം ഞാൻ കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. തന്നോട് അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ. ഈ മറ്റുള്ളവർക്കൊക്കെ കിട്ടിയ ശിക്ഷയെന്ന് പറഞ്ഞ കൊന്നുകളയിലാണോ? എന്തായാലും സാരമില്ല. എന്നെ അടുത്ത ജംഗ്ഷനിലൊന്ന് ഇറക്കാവോ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കേറിക്കോളൂ. ലക്ഷ്മി, എന്താ പറ്റിയേ? ഒന്നുമില്ല. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഈശ്വര, മൈഥിലി സ്ഥലത്തില്ലല്ലോ. ആരെയും വിളിക്കണ്ട. അത് ശരിയാവില്ല. ഞാൻ ആ ജേക്കബ് ഡോക്ടറെ ഒന്ന് വിളിച്ചു. വേണ്ട വേണ്ട വേണ്ടെന്നല്ലേ പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും പറ്റിപ്പോയാ? ചാവട്ടെ. ഈ കിടപ്പിലെ നല്ലത് ചത്തുപോകുന്നതാ. ദേ തുടങ്ങി. ചതഞ്ഞിങ്ങനെ കിടക്കുമ്പോഴോ പണ്ടിത്തിരി സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അതുണ്ടോ? എനിക്കിപ്പൊ നിങ്ങളെ കാണുന്നത് തന്നെ പേടിയാ. മുതിർന്നവരെന്നില്ല, കുട്ടികളെന്നില്ല, എല്ലാവരെയും നാശമാക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരുടെ മനസ്സിലും തീ ഇട്ടുകൊണ്ടിരിക്കുക. എന്ത് പ്രതികാരത്തിന്റെ പേര് പറഞ്ഞാലും ദൈവം ഇത് പൊറുക്കില്ല. ഞാൻ വരുമ്പോ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഇപ്പൊ തനിക്കില്ല എന്ന് വെച്ചാ എന്റെ ക്രൂരതകളെ കുറിച്ച് പറയുമ്പോ ലക്ഷ്മിയുടെ നാവിന് ഒരു ബലക്കുറവുമില്ല, ശരീരത്തിനും. നിങ്ങളൊരു കാര്യം ചെയ്യേ. നിങ്ങൾ വിളിച്ച എല്ലാരും ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇത്തിരി വിഷം കൊടുത്ത് അവരെ കൊന്നുകള. എന്തിനാ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നേ? ലക്ഷ്മി, നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കരയുന്ന മുഖങ്ങൾ കണ്ട നിന്റെ മനസ്സും കരഞ്ഞു തുടങ്ങും. നിലവിളിയുടെ ശബ്ദം കേട്ട നിന്റെ മനസ്സും നീറും. പക്ഷേ എനിക്ക് നീറില്ല.
നീ ഇവിടെ എന്റെ മുന്നിൽ കിടന്ന് ശ്വാസം മുട്ടിപ്പെടഞ്ഞാ പോലും ഞാൻ തീരുമാനിച്ചതിൽ നിന്നും പിന്നോട്ട് പോവില്ല. നീ പറഞ്ഞില്ലേ എല്ലാത്തിനെയും വിളിച്ചു വരുത്തി വിഷം കൊടുത്ത് കൊന്നൂടെ എന്ന്. എന്റെ കൈ കൊണ്ട് ഞാനത് ചെയ്യില്ല, പക്ഷെ ഞാനത് ചെയ്യിക്കും. ഫലം ഒന്ന് തന്നെ ലക്ഷ്മി. ഒരു കാര്യം ലക്ഷ്മി ഉറപ്പിച്ചോ, നമുക്ക് ചാവാനുള്ള വിളി വരുന്നതിന് മുൻപ് മറ്റു പലരും ചത്തൊടുങ്ങിയിരിക്കും. സാരംഗ്, വണ്ടി ഒന്ന് നിർത്തോ. ഒരു നിമിഷം ഒന്ന് ഇറങ്ങി വരൂ. എന്താ? ഒരു ചെറിയ തെറ്റിദ്ധാരണ പറഞ്ഞു തിരുത്തുകയാ. അശോകനെ രഞ്ജിത്തിനെ ഒന്നിച്ചു കണ്ടപ്പോ അവർ ഒന്നിച്ചാണോ ചതിക്കുന്നതെന്ന് സാരംഗിന് സംശയം തോന്നി. സാരംഗ് അതിന് എന്നോട് വന്ന് ബഹളവും വെച്ചു. തിരിച്ച് ഞാനും സാരംഗിന്റെ വീട്ടിൽ വന്നു. എന്നെ കൊണ്ടാകുന്ന വിധം ഞാനും ബഹളം വെച്ചു. ഒരു കണക്കിന് രണ്ടും ഈക്വലായി. പക്ഷെ യഥാർത്ഥ പ്രശ്നം ബാക്കിയാണല്ലോ. രഞ്ജിത്ത് സാരംഗിനെ ചതിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞല്ലേ പറ്റൂ. രഞ്ജിത്തും അശോകും തമ്മിൽ കണ്ടതും സംസാരിച്ചതും സത്യമാണ്. സാരംഗ് അവരെ കണ്ടുവെന്ന് പറയുന്നത് അതിലേറെ സത്യമാണ്. പക്ഷേ കണ്ടതിന്റെ ഉദ്ദേശം സാരംഗ് പറഞ്ഞതല്ല. നിങ്ങളെ ദ്രോഹിച്ചതിന്റെ പേരിൽ രഞ്ജിത്ത് അശോകനോട് ദേഷ്യപ്പെടുകയാ ചെയ്തത്. പക്ഷേ അത് സാരംഗ് തിരിച്ചറിഞ്ഞില്ല. ഇത്രയല്ലേ തനിക്ക് പറയാനുള്ളത്? ഓക്കെ സാരംഗ്, അങ്ങനെ പറഞ്ഞ് തിരിച്ചു പോവാൻ തീരുമാനിച്ച അതിനർത്ഥം ഞാൻ ഈ പറഞ്ഞതൊന്നും സാരംഗ് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതല്ലേ? ഇന്ന് രാവിലെ അശോകന്റെ ഭാര്യ എന്നെ വിളിച്ചിരുന്നു. അവരെന്നോട് സംസാരിച്ചത് ഞാൻ റെക്കോർഡും ചെയ്തിരുന്നു. സാരംഗ് അതൊന്ന് കേൾക്കണം. എനിക്കതിന്റെ ആവശ്യമില്ല. പ്ലീസ് സാരംഗ്, കുറച്ചു സമയം ഇതിനു വേണ്ടി ചിലവഴിക്ക്. ഒന്നുമില്ലെങ്കിലും ഞാൻ ഇതിനു വേണ്ടി ഇത്രയും ദൂരം തന്റെ കൂടെ സഞ്ചരിച്ചതല്ലേ? എന്ത് തോന്നുന്നു? അവരെന്നോട് റിക്വസ്റ്റ് ചെയ്യുകയാ. അവരും അവരുടെ ഭർത്താവ് അശോകും ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് രഞ്ജിത്തിനെയാ. അത് രഞ്ജിത്ത് വലിയ ഗുണ്ടയായതുകൊണ്ടൊന്നുമല്ല. സാരംഗിന് വേണ്ടി സംസാരിക്കുമ്പോ രഞ്ജിത്തിന്റെ ആവേശം കണ്ടിട്ടില്ലേ? അനാമിക, രഞ്ജിത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ ചങ്ങാതി ഉണ്ട്. നിങ്ങളെ തൊടാൻ അങ്ങനെ ആരെ സമ്മതിക്കില്ല. അനാമിക, ഐ എം സോറി. ഇതിന് സോറി ഒന്നും പറയണ്ട. ഇനി എന്തെങ്കിലും ഒരാളെ കുറിച്ച് എന്തെങ്കിലും അറിയുമ്പോ അത് 2 or 3 തവണ ആവർത്തിച്ച് അന്വേഷണം നടത്തിയിട്ടേ വിശ്വസിക്കാവൂ. രഞ്ജിത്തിനോട് പറഞ്ഞേക്ക് ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണെന്ന്. ഇതാണ് സാരംഗിന്റെ കുഴപ്പം. എല്ലാരെ കുറിച്ചും തെറ്റിദ്ധാരണയാ. അതിന്റെ പേരില് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ ഒന്നോർത്തോ, ചിലത് പിന്നെയും കൂട്ടിയിണങ്ങും, ചിലത് ബുദ്ധിമുട്ടാ. അതാണെങ്കിൽ ഏറ്റവും വിലപിടിച്ചതുമായിരിക്കും. എന്നാ ശരി, ഞാനൊന്ന് ബോധ്യപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഞാൻ നടക്കുക.
സൈഡിലേക്ക് നിർത്തിയേ. എന്താ മാം? കുറേ നേരമായിട്ട് സ്നേഹ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇനിയെങ്കിലും ഫോൺ എടുത്ത് സംസാരിച്ചില്ലെങ്കിൽ മര്യാദകേടാ. ഫോൺ എടുത്ത് പുറത്തുപോയ ആ കുട്ടിയോടൊന്ന് സംസാരിക്ക്. അയ്യോ, നിർബന്ധമില്ല മാം. എനിക്ക് നിർബന്ധമുണ്ട്. ചെല്ല്. സ്നേഹ, ഇത്ര നേരം എവിടെയായിരുന്നു? എന്റെ കോളൊന്നും കണ്ടില്ലേ? കണ്ടു. ഞാൻ മാഡത്തിൻ്റെ ഒപ്പം പോയിക്കൊണ്ടിരിക്കുമല്ലേ, അതിൻ്റെ ഇടയിൽ താനിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ? ശല്യമാണല്ലേ? ശേ, കുട്ടിക്കളി കളിക്കല്ലേ? എന്റേത് വെറും കുട്ടിക്കളിയാ. വലിയ കളികൾ കളിക്കുന്നവർക്ക് അങ്ങനെ തോന്നു. താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ക്യാമ്പിന് പോകുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്ന് കരുതി എനിക്കത് മുടക്കാൻ പറ്റുമോ? പറ്റില്ല. ചില കാര്യങ്ങള് അരുണ് മുടക്കാൻ പറ്റില്ല. അതെ, ഞാൻ ഇപ്പൊ പോലും കോൾ എടുക്കില്ലായിരുന്നു. മാഡം എന്നെ നിർബന്ധിച്ചതാ തന്നോട് എന്തെങ്കിലും ഒന്ന് പറയാൻ. മാമിന് ബുദ്ധിയുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. താനിപ്പോ എന്തിനാ വിളിച്ചത്? എനിക്ക് അല്പം ഭ്രാന്തുള്ളതുകൊണ്ട്. അങ്ങനെയാണല്ലോ എല്ലാരും ഫോൺ ചെയ്യുന്നത്. എനിക്ക് വയ്യ. തനിക്കിത് എന്താ പറ്റിയത്? ആരോട് ഈ ദേഷ്യമൊക്കെ? വെച്ചിട്ട് പൊയ്ക്കോ. പോകുന്ന കാര്യങ്ങൾ നടക്കട്ടെ. അല്ലെങ്കിലും തന്റെ ഈ പട്ടുകെട്ടി വെക്കാൻ എനിക്ക് സമയമില്ല. മാമിന് എന്തെങ്കിലും തോന്നും. ഞാൻ ചെല്ലട്ടെ. ഓ, എന്ത് പറഞ്ഞാലും മാം മാം മാം. കേട്ട് കേട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കാം. അതെ, ഇതൊരു തരം വൃത്തികെട്ട ഈക്കോയാ. ഇതിനുള്ള മറുപടി ഞാൻ തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്. ഇങ്ങ് വാ, എനിക്കും കുറച്ചധികം പറയാനുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ ഇതൊന്നും കേട്ട കുലുങ്ങുന്ന ആളല്ല ഞാൻ. എനിക്ക് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളൂ. ഡ്യൂട്ടി? ഇത്രയും വൃത്തികെട്ട ഡ്യൂട്ടി ലോകത്ത് ആർക്കും ഉണ്ടാവില്ല. സ്നേഹം, മതി. ഇനി ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ വല്ലതും പറഞ്ഞതും വരും. അതിനുമ്പ് പൊന്നുമോളെ ഫോണൊന്ന് കട്ട് ചെയ്തേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കട്ട് ചെയ്തോളാം. കുറച്ചു നേരം ഒന്ന് അടങ്ങിയിരിക്കുക അവിടെ. എന്താ, പരാതിയാണോ? അയാൾ ചുമ്മാ ഓരോന്ന്. പെട്ടെന്ന് ഈ ക്യാമ്പിന് പോകുന്നത് പുള്ളിക്കാരിക്ക് പിടിച്ചിട്ടില്ല. അതിൻ്റെ ഓരോ പരാതി. അതൊക്കെ നല്ലതാടോ. ഈ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ കാണിക്കുന്ന കുറുമ്പും കുരുത്തക്കേടും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ രസമുള്ളൊരു കാര്യമാണ്. അതിലൊന്നുപോലും നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്താണെന്നറിയോ, കുറെ കഴിയുമ്പോൾ ജീവിതത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഒന്നിനും നേരം ഉണ്ടാവില്ല. അഥവാ നേരം ഉണ്ടായാൽ തന്നെ അതിന് ശ്രമിക്കൂല. സ്വന്തം അനുഭവത്തിൽ നിന്നാണോ? എൻ്റെ അനുഭവത്തിൽ അങ്ങനെ തന്നെയാ. എനിക്കറിയാവുന്ന ഒരുപാട് പേരുടെ അനുഭവത്തിലും അങ്ങനെ തന്നെയാ. ഇനി കോള് വരുമോ അതോ നമുക്ക് പോവാമോ? ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി അവിടെ ചെന്നിട്ട് ഓൺ ചെയ്യുന്നുള്ളൂ. എന്നാ പിന്നെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് സ്നേഹ എപ്പോൾ എത്തിയെന്ന് ചോദിച്ചാൽ മതി. അവളുടെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ ചെയ്യാനും മടിക്കില്ല. സത്യം പറഞ്ഞ എനിക്കും അങ്ങനെ ഒരു പേടിയുണ്ട് മാഡം. ആ, വരണമെങ്കിൽ വരട്ടെ അല്ലേ? വരുന്നോണ്ട് തടസ്സമൊന്നുമില്ല. നമ്മൾ പോകുന്ന കാര്യത്തിന് തടസ്സമൊന്നും ഇല്ലാതിരുന്നാ മതി. ആ, മാഡം കയറ്. ഏത് കുട്ടാ? ഏതുകുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാ? ഞാൻ 1-2 സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എന്തായാലും ഏതുകുട്ടിനെ കാണാൻ പറ്റിയല്ലോ. ആന്റി മോനെ കണ്ടിട്ട് ഒരുപാട് ദിവസമായല്ലോ. എന്താ ആന്റി ചോദിക്കുന്നൊന്നും മോൻ കേൾക്കുന്നില്ലേ? ആന്റിക്ക് എന്നോട് വിഷമമുണ്ടോ? എന്നോട് ദേഷ്യമുണ്ടോ? ഏതുകുട്ടനോട് ദേഷ്യമോ? അങ്ങനെയൊന്നും ആന്റിയുടെ മനസ്സിലില്ല. ഞാൻ അമ്മയോട് സോറി പറയാൻ പറഞ്ഞിരുന്നു. അതൊക്കെ കൃത്യസമയത്ത് കിട്ടി ബോധിച്ചു. മോൻ എന്തിനാ ആന്റിയോട് സോറി പറയുന്നത്? മോൻ എന്തിനാ ആന്റിയോട് ദേഷ്യപ്പെടുന്നത്? അമ്മ എന്നോട് സോറി പറയാൻ പറഞ്ഞിരുന്നു. ഞാൻ അമ്മയോട് സോറി പറയാൻ പറഞ്ഞിരുന്നു. അതൊക്കെ കൃത്യസമയത്ത് കിട്ടി ബോധിച്ചു.
ഇനി അതിനെക്കുറിച്ച് ഓർത്തൊന്നും മോൻ ടെൻഷൻ അടിക്കണ്ട. ആന്റിയുടെ കൂടെ പോരുന്നുണ്ടോ? ഇല്ല. അമ്മ മെഡിക്കൽ ക്യാമ്പിന് പോയിരിക്കല്ലേ, പിന്നെന്തിനാ അങ്ങോട്ട് തിരക്കിട്ട് ചെന്നിട്ട്? നമുക്ക് ആന്റിയുടെ വീട്ടിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. വേണ്ട ആന്റി, അമ്മ പോകുമ്പോ പറഞ്ഞത് അമ്മ ഉള്ളപ്പോ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇരിക്കണമെന്നാ. ഓ, ഞാനത് മറന്നു. അമ്മയുടെ കാർബൺ കോപ്പിയാണല്ലോ യദു. എന്നാ മോൻ നടന്നു. എന്തു പറ്റി പറയുന്നേ? ആന്റി, അച്ഛനും ചേച്ചിക്കും ഒക്കെ അമ്മയുടെ ദേഷ്യമാ. വീട്ടിലെപ്പോഴും വഴക്കാ. ആന്റിക്ക് അമ്മ ഇഷ്ടമല്ലേ? അതെന്ത് ചോദ്യം? അമ്മ ആന്റിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അമ്മയ്ക്ക് എന്ത് സങ്കടം വന്നാലും ഞാൻ ചോദിച്ചാൽ അമ്മ പറയില്ല. ആന്റി ചോദിക്കണം കേട്ടോ. അമ്മയ്ക്ക് ഒരുപാട് വിഷമമുണ്ട്. മോൻ പേടിക്കണ്ട. അമ്മയ്ക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ആന്റി അത് ചോദിച്ചോളാം, പരിഹരിച്ചോളാം. പിന്നെ അമ്മ അവിടെ ഇല്ലാത്തതാണ്. യാമിയോട് വഴക്കിനൊന്നും പോരുത്. ഇല്ല. ഇനി അഥവാ യാമി യദുക്കുട്ടന്റെ അടുത്ത് വഴക്കിന് വന്നാ ആന്റി ഒന്ന് വിളിച്ചാ മതി. ആന്റി അപ്പൊ തന്നെ അങ്ങോട്ട് എത്തിക്കോളാം. ശരി. മോന്റെ മുഖം എന്താ പ്ലസന്റ് ആവാത്തെ? ആന്റിക്ക് പിണക്കാണെന്ന് കരുതിയാണോ ഇപ്പോഴും? അല്ല. എങ്കിലൊന്ന് ചിരിച്ചേ, ആന്റി കാണട്ടെ. ആന്റി പറഞ്ഞത് മറക്കണ്ട. എന്തുണ്ടായാലും ആന്റിയെ വിളിക്കണം കേട്ടോ. മോനെ നോക്കണമെന്ന് അമ്മ പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. ശരി ആന്റി. വരണം വരണം ഡോക്ടർ. ഞാൻ കമലഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് ഗൗരി. ഇത് പഞ്ചായത്ത് മെമ്പർ. വേറെ തടസ്സമൊന്നും ഉണ്ടായില്ലോ വരുന്ന വഴിയില്? ഏയ് ഒന്നുമില്ല, കയറ്റുവാണെന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ല ചോദിച്ചത്. ഇവിടെ ഒരു ഒറ്റയാന്റെ ശല്യമുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് റോഡിലൊന്ന് കയറി നിൽക്കും. പിന്നെ കുറെ നേരത്തേക്ക് ഗതാഗതം തടസ്സമാവും. വല്ലാത്ത ശല്യോ ഡോക്ടറെ. സത്യം പറഞ്ഞ ഇവിടുത്തെ കുടുംബങ്ങള് ആ ഒറ്റയാനെ പേടിച്ചാ കഴിയുന്നത്. ഡോക്ടർ സേവിയർ ഇപ്പൊ എത്തും. അദ്ദേഹം നേരത്തെ എത്തി, അകത്തിരിപ്പുണ്ട്. ഈ മലമുകളില് ഇങ്ങനൊരു മെഡിക്കൽ ക്യാമ്പ് ആദ്യമായിട്ടാ. ഇവിടുത്തെ താമസക്കാരെന്ന് പറയുന്നത് തോട്ടം തൊഴിലാളികളാ. എല്ലാ കുടുംബങ്ങളിലുമായി ഏകദേശം ഒരു 200 പേരുണ്ട്, അത്രേ ഉള്ളൂ. 200 പേരേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ഒന്നിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാ. കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങള് വീട് വീടാന്തരം കയറി ഇറങ്ങി നടക്കുക. കൂടുതൽ പേർക്കും മോഡേൺ മെഡിസിനിലൊന്നും താല്പര്യമില്ല മാഡം. ഊര് സഞ്ചാരികളായ ചില മന്ത്രവാദികൾ വരും. പലരും പ്രശ്നങ്ങൾ അവരോടാ പറയുന്നത്. ആയിക്കോട്ടെ. എന്തായാലും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് വൈദ്യശാസ്ത്രത്തെക്കുറിച്ചും അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും നമുക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കാം, അല്ലേ അരുൺ? തീർച്ചയായിട്ടും. സത്യം പറഞ്ഞ ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പരീക്ഷണമാണ്. ഇതൊരു വിജയത്തിൽ കലാശിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഒരു ചെറിയ ഹോസ്പിറ്റലായി വളർത്തിയെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാം നടക്കും. നിങ്ങൾ ഇത്ര ഉത്സാഹത്തോടെ നിൽക്കുന്നില്ലേ? വരും ഡോക്ടർ. വരും. തുറക്കാതായപ്പോ ഞാൻ കരുതി അച്ഛനും മകളും ചേർന്ന് എങ്ങോ പുറത്തു പോയിരുന്നു. ആട്ടെ, രംഗനാഥൻ എവിടെ? എനിക്കറിയില്ല. അത് കൊള്ളാലോ. പുറത്തെവിടെയോ പോയി. ആരും എന്നോടൊന്നും പറഞ്ഞിട്ടല്ലല്ലോ എവിടെയും പോകുന്നത്. ഓ, അരുൺ വിളിച്ചില്ലേ നിന്നെ? എന്നെ ആരും വിളിച്ചില്ല. ആ, എങ്കിലവിടെ ക്യാമ്പ് തുടങ്ങി കാണും. അവനൊരു ശീലം അങ്ങനെയാണ്.
ഈ ഹോസ്പിറ്റലിൽ രോഗി എന്നൊക്കെ പറഞ്ഞാ പിന്നെ എല്ലാം അങ്ങോട്ട് മറക്കും. അത് മൈഥിലി ഉണ്ടാക്കി കൊടുത്തൊരു ശീല. ആവശ്യമില്ലാത്ത ഒരുപാട് ശീലങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഫാദറിന്റെ മോൻ. എന്ത് ശീലങ്ങൾ? അതൊക്കെ പറയേണ്ട സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. ഓ ആയിക്കോട്ടെ. നിങ്ങളുടെ സ്വകാര്യതയിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ലല്ലോ. അല്ല, സ്നേഹമോൾക്ക് എന്തു പറ്റി? എന്താ ചോദിക്കാൻ? ഹേയ്, ഒന്നുമില്ല. ഒരനാവശ്യ ഗൗരവം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിൽ മറുപടി. സാധാരണഗതിയിൽ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഗർവുണ്ടാവുമ്പോഴാ ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാനൊരു സാധാരണക്കാരിയാ. എനിക്ക് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളും ഇല്ല. അതിന്റെ പേരിൽ മറ്റുള്ളവരെ മറക്കുന്ന ശീലവും ഇല്ല. അപ്പൊ സംഗതി ഗൗരവമാണ്. ഒന്നുകിൽ അരുണിനോട് അല്ലെങ്കിൽ രംഗനാഥനോട് നല്ല മുട്ടനോടൊക്കെ നടന്നിട്ടുണ്ട് അല്ലേ? ഈ പ്രായത്തിൽ കുട്ടിക്കളികളൊക്കെ ആവശ്യമാണ്. പക്ഷേ അത് മറ്റുള്ളവരെ മനസ്സിലാക്കാതെ ആവരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്ന് പറഞ്ഞാ മറ്റുള്ളവർ തെറ്റ് ചെയ്താലും മിണ്ടാതിരിക്കണം അല്ലേ ഫാദർ? നമ്മുടെ നാട്ടിലൊരു ശീലം അതാണല്ലോ. വഞ്ചിക്കപ്പെട്ടാലും ചതിക്കപ്പെട്ടാലും പെൺകുട്ടികൾ ഉറക്കെ സംസാരിക്കാൻ പാടില്ല. അത് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നത് നിങ്ങളൊക്കെ തന്നെ ആണല്ലോ. എന്നാരാ പറഞ്ഞേ? ഏത് മതത്തിലെ പുരോഹിതരും ആദ്യം പറയുന്ന വാക്ക് ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്നാ. അല്ലാതെ പുരുഷന്മാര് ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്നും സ്ത്രീകൾ അത്രത്തോളം ഇല്ലെന്നും ഒരാളും പഠിപ്പിക്കുന്നില്ല. പിന്നെ കാലം മാറി വരികയാണ്. അഭിപ്രായങ്ങൾ പറയാൻ പണ്ടത്തെ പോലല്ല. ഇപ്പൊ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ തെറ്റായിട്ടും തോന്നും. അത് ചിലർ തിരുത്തും. അങ്ങനല്ലേ മനുഷ്യവർഗം ഇത്രത്തോളമൊക്കെ എത്തി നിൽക്കുന്നത്? ഇതൊക്കെ ഫാദറിന്റെ വിശ്വാസികളോട് പറഞ്ഞാൽ മതി. അവര് കേട്ടിരുന്നോളൂ. രംഗനാഥൻ ഉണ്ടെങ്കിൽ അല്പസമയം ഇവിടെ ചെലവഴിക്കാമെന്ന് കരുതിയാ ഞാൻ ഇറങ്ങിയത്. എന്തായാലും അയാൾ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ശരി മോളെ. ഫാദർ, എന്താ മോളെ? അരുണ് ഡോക്ടർ മൈഥിലി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അറിയില്ല. പക്ഷേ അവൻ ഏറ്റവും ആസ്വദിച്ച് ജോലി ചെയ്യുന്നത് മൈഥിലിയുടെ കൂടെയാണെന്നറിയാം. എന്താ മോളിപ്പോ അങ്ങനെ ചോദിക്കാൻ? ചോദിച്ചെന്നേ ഉള്ളൂ. എല്ലാ കാലത്തും ഡോക്ടർ മൈഥിലിയുടെ അടിമയാവാൻ ഒരാൾക്ക് പറ്റില്ലല്ലോ. അടിമ എന്നുള്ള വാക്ക് ഇവിടെ നീ ഉപയോഗിച്ച എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ സ്നേഹത്തിന്റെ കണക്കിലാണ് അടിമയായതെങ്കിൽ അവൻ ഡോക്ടർ മൈഥിലിയുടെ അടിമ തന്നെയാണ്. മൈഥിലിയോളം അവനെ എനിക്ക് പോലും സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. ഏതോ ഒരു ജന്മത്തിൽ അവർ പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അല്ലാതെ ഈ ഒരു ജന്മത്തിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവില്ലല്ലോ. എന്നോട് ഈ ചോദ്യം ചോദിച്ചു. അരുണിനോട് കുഞ്ഞി ചോദ്യം ചോദിക്കരുത്. അവന് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു ചോദ്യവും ഇതായിരിക്കും. അതറിയാം. അരുണിന്റെ പല ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അറിയുക, പൊരുത്തപ്പെടാവുന്നവനോട് പൊരുത്തപ്പെടുക, അതൊക്കെയാണ് നല്ല ജീവിതത്തിന്റെ ആരംഭം. രംഗനാഥൻ വരുമ്പോ പറഞ്ഞേക്ക്, ഞാൻ അയാളെ തിരക്കുന്നു.